എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഫുൽക്ക ചപ്പാത്തിയും മുട്ട ബുർജിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്നത്. അത് ഞാൻ ഓർത്തു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഉള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 ചെറിയ മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ചെറിയ തക്കാളി, നന്നായിട്ട് പഴുത്തത് വേണം, പുളി കുറവുള്ളതും നന്നായിട്ട് പഴുത്തതും ആയിട്ടുള്ള 2 ചെറിയ തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഇതിന് ഇച്ചിരി മല്ലിയില ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7-8 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുളക് പൊടിയോ മഞ്ഞൾ പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എരിവിനാകെ ഉള്ളത് ഈ പച്ചമുളക് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത്. മുട്ടയാകുമ്പോൾ ഇച്ചിരി എരിവൊക്കെ ഇല്ലെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് വരത്തില്ല. പിന്നീട് ഞാൻ 5 കോഴിമുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നാടൻ മുട്ടയാണ്. ഞങ്ങൾക്കിവിടെ നാടൻ മുട്ടയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് നാടൻ മുട്ട എടുത്തിട്ടുണ്ട് 5 എണ്ണം. നാടൻ മുട്ട ഇല്ലെങ്കിലും വരവ് മുട്ടയായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. അത് ചൂടായെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം ഒന്നും വേണ്ട. ഈ ഉള്ളിയും തക്കാളിക്കായും ഒന്ന് വാടി കിട്ടുന്നതിന് ഒരുപാട് മൂത്ത് വരണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളിക്ക ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് വഴറ്റി, വേറെ വഴറ്റണ്ട, ഒന്നിച്ചിട്ട് വന്ന് നമുക്ക് വഴറ്റി. ഇതേ സമയം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് ഉപ്പിട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വാടി തക്കാളിക്കായി ഒന്ന് വെന്തുടങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിയും തക്കാളിക്കായും ഒക്കെ ഒന്ന് വാടി തക്കാളിക്ക ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അധികം ഒന്നും വാടണ്ട, ഇത്രയും വാടിയാൽ മതി. നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഈ കൂട്ടിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 5 മുട്ട എണ്ണ ഇട്ടിരിക്കുന്നത്. ഇനി തീ ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കൈയെടുക്കാതെ ഇളക്കണം, എന്നാലേ എല്ലാം ഒരുപോലെ പാകമായിട്ട് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം, എന്നാലേ തക്കാളിക്കായും സവാളയും പച്ചമുളകും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ. അധികം ഡ്രൈ ആക്കരുത്, ഒരു കുഴഞ്ഞ പരുവത്തിലിരിക്കണം. ഇനി ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില, ബാക്കി നമ്മൾ അരിഞ്ഞ് ആദ്യം ഇട്ടതിൻ്റെ ബാക്കിയുള്ള മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയിലയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം, കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. എങ്ങനെ ആയാലും വളരെ ടേസ്റ്റി, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ മുട്ട ബുർജി.
അത് ഫുൽക്ക റൊട്ടിയുടെ കൂടെയാണ്. അതായത് ഈ ചപ്പാത്തി നമ്മളിപ്പോൾ ഉണ്ടാക്കിയല്ലോ അതുപോലെയുള്ള ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം. ഫുൽക്ക റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ചപ്പാത്തി പരത്തി അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആട്ടയ്ക്ക് പകരം. എന്നിട്ട് ചൂടായിരിക്കുന്ന തവയിലോട്ട് ഇട്ട് കൊടുത്തു. ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴും തീ വെച്ചിരിക്കുന്നത്. ഈ വശമല്ല, അടിവശം ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഫുൽക്ക റൊട്ടി ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പി ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഇടുന്നേ. ഫുൾ ഫ്ലെയിമിൽ ഒന്ന് ഗ്യാസ് ആക്കാം. അടിവശം ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം ഗ്യാസിൻ്റെ പുറത്ത് വരത്തക്ക രീതിയിൽ കമത്തി വെക്കണം. ഇതിപ്പോൾ കണ്ടിട്ട് അടിവശം മൂത്തതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ മുകളിലോട്ട് ഈ ചപ്പാത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അത് പൊങ്ങി വന്നു. ഇത്രയേ ഉള്ളൂ ഫുൽക്ക ചപ്പാത്തി. ഇനി നമുക്കിതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. തവയിലിട്ട് നമുക്ക് നെയ്യും എണ്ണയും പുരട്ടി കഴിഞ്ഞ് തവയിൽ എണ്ണമയം പറ്റിയാൽ ഇതുപോലെ ഫുൽക്ക ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നെയ്യ് പുരട്ടി കൊടുത്താൽ മതി. നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഏറെ വേണമെങ്കിൽ ഏറെ പുരട്ടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് പുരട്ടാം. ഒന്നും പുരട്ടിയില്ലേലും കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇങ്ങനെയാണ് ഫുൽക്ക റൊട്ടി ഉണ്ടാക്കുന്നത്. നമ്മുടെ ചപ്പാത്തിയും മുട്ട ബുർജിയും തയ്യാറായി. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം.